കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ റാലി ജില്ലാ സെക്രട്ടറി ജോയൽ തോമസ് ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിന്റെ കസാരയിലേക്ക് വരുന്ന സമയത്ത് രാജ്യത്തിലെ ചെറുപ്പക്കാരോടും വിദ്യാർത്ഥികളോടും തൊഴിലന്വേഷിക്കുന്ന മനുഷ്യരോടും ഓരോരുത്തരോടും ഇവിടുത്തെ BJPയുടെ ഗവൺമെന്റ് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാർക്ക് സൃഷ്ടിക്കും. രാജ്യത്തിലെ വിദ്യാർത്ഥികൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾ ഉറപ്പാക്കും. പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന BJPയുടെ സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ നമുക്കറിയാം 2026 എത്തുമ്പോൾ BJPയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് രാജ്യത്തിലെ തൊഴിലന്വേഷിക്കുന്ന മനുഷ്യരെ വഞ്ചിച്ച ഗവൺമെൻറ്റാണ് എന്ന് ഒരു തർക്കവും കൂടാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ പിടിപ്പുകേടായി രാജ്യത്തിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വരികയാണ്. അതിലൊന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി എഴുതിയ നീറ്റ് പരീക്ഷ, ആ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നു എന്ന് സമ്മതിച്ചതിൻ്റെ ഭാഗമായി NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആ പരീക്ഷ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ റദ്ദ് ചെയ്യുകയാണ്. രാജ്യത്തിലെ പരീക്ഷാ നടത്തിപ്പിൽ പോലും വലിയ രീതിയിൽ അപാകതകൾ നടത്തുന്ന സമയത്താണ് നമ്മുടെ രാജ്യം BJPയുടെ ഗവൺമെൻറ് ഭരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രസിഡന്റ് TP ആദർശ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സ്വാതി പ്രദീപൻ, KK ഗിരീഷ് എന്നിവർ സംസാരിച്ചു.